Today we will start a new lesson, the Song of Songs. Certain stories help us learn some important lessons in our life. Here is one such story. Read on. So certain stories, some stories will help us important lessons in our life, to teach important lessons in our life. Such a story, this is a Song of Songs. Swapna Dutt, the author is Swapna Dutt. Slowly, gently, the exhausted musician laid his tanpura. Slowly, gently means he was singing, so he exhausted means he lost the energy. He is tired by singing, so he lost his energy by singing. He kept down his tambura. Tambura means that is instrument, musical instrument. On the carpet, where did he kept the tambura? Tambura he kept on the carpet. The exit trains of Raga Darbari means that is Carnatic music raga. It is a very popular raga in Carnatic Sangeeta. Still vibrated within the hall. Still the music, the song of the singer was still vibrating in the hall. Can hear again and again the sound, the music of the song. Emperor Akbar looked up, his eyes lit with admiration. So Emperor Akbar is very surprised to hear all these songs. So he is very admired. Wonderful, he said. What he said? Wonderful. The song is very good. The music is very good. Super. I listen to you every day, but I can't seem to have enough. Every day I listen your music, but it is not enough. How much? If I listen again, I want to listen again. എന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും ആ മ്യൂസിക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടാണ്. താൻസെൻ ദ മ്യൂസിഷ്യൻ, ആര് പാടിയതാണ്, ആര് സിംഗ് ചെയ്തതാണ്? താൻസെൻ ദ മ്യൂസിഷ്യൻ. ബോർഡ് ഇൻ സൈലൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ താങ്ക്സ്. ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് സോ അയാൾ പറഞ്ഞതിൽ അക്ബർ, അയാൾ കിങ്, Akbar king, no? So he told you are singing, your music is wonderful. So he gave one thanks, but he did not say thanks, but with silent gratitude he bowed his head. I think you have the most wonderful voice in the world. So Akbar told him, I think you have most wonderful voice in the world. In the world you are, നീയാണ് ഏറ്റവും നല്ല മ്യൂസിഷ്യൻ. ലോകത്തിൽ പ്രശസ്തനായ ഫസ്റ്റ് ഉണ്ടായ മ്യൂസിഷ്യൻ നീ തന്നെയാണ് എന്ന് അക്ബർ പറഞ്ഞു. Said Akbar, but I don't, Shahanshah, said Tansin with a smile. പക്ഷേ താൻസൻ പറഞ്ഞു അക്ബർ ബാദ്ഷാഹോട്, പക്ഷേ ഞാനല്ല അത്. ദർ ഈസ് സമ്മൺ ഹൂ സിങ്സ് ഫാർ ബെറ്റർ ദൻ ഐ ഡു. പക്ഷേ ഒരാളുണ്ട്, എന്നാറ്റ് മികച്ച ആയിട്ട് പാടുന്ന ഒരാൾ, മ്യൂസിക് ചെയ്യുന്ന ആൾ, എന്നാറ്റ് മികച്ച ഒരാളുണ്ട്. റിയലി ക്രൈഡ് ദ ഡിസ്ബിലീവിങ് അക്ബർ. സോ അക്ബറിന് ഷോക്കായി കേട്ടിട്ട്, ഇയാൾ തന്നെ നല്ല പാടുന്ന ആള്, പക്ഷെ വീണ്ടും ഒരാളുണ്ട് പാടാൻ എന്ന് പറയുമ്പോഴൊക്കെ അയാൾക്ക് എന്തായി? ഷോക്കായി. ഹീ ടോൾഡ്, റിയലി, സത്യമാണോ? സെഡ് താൻസെൻ വിത്ത് എ സ്മൈൽ. റിയലി ക്രൈഡ് ദ ഡിസ്ബിലീവിങ് അക്ബർ. ദെൻ ഐ മസ്റ്റ് ഹാവ് ഹിം സിംഗ് ഇൻ മൈ കോർട്ട്. ക്യാൻ യു അറേഞ്ച് ഇറ്റ്? ഇപ്പോൾ അത്രയും നല്ല വലിയ ആൾ, നിന്നായിട്ട് കൂടുതൽ പാടുന്ന ഒരാളുണ്ടെന്നായാൽ എനിക്കും അയാളെ രാഗം, അയാളെ ആ സൗണ്ട്, അയാളെ മ്യൂസിക് എനിക്ക് കേൾക്കണം.
ഹാവ് ഹിം സിങ് ഇൻ മൈ കോർട്ട്, എൻ്റെ ദർബാറിൽ അയാൾ പാടുന്നത് എനിക്ക് കേൾക്കണം. ക്യാൻ യു അറേഞ്ച് ഇറ്റ്, നീ അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യണം. താൻസൻ ഷുക്ക് ഹിസ് ഹെഡ്, ഇല്ല. ഐ ആം അഫ്രൈഡ് ഹി വിൽ നോട്ട് കം സർ. സോ അയാൾ പറഞ്ഞു, താൻസൻ പറഞ്ഞു, സർ അയാൾ വരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷെ അയാൾ വരില്ല എന്ന് പറഞ്ഞു. വാട്ട്, നോട്ട് ഈവൻ ഇഫ് ഹി ഹിയേഴ്സ് ദാറ്റ് ദ എംപറർ ഹിംസെൽഫ് സമ്മണ്ട് ഹിം. ഞാനാണ് കിങ് അല്ലേ, ഞാൻ എംപറർ. സോ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞാൽ അയാൾ വരില്ല. നോ, നോട്ട് ഈവൻ ദെൻ. താൻസൻ പറഞ്ഞു, ഇല്ല അയാൾ വരില്ല. ദിസ് റിപ്ലൈ വുഡ് ഹാവ് enraged any other emperor, but Akbar was different. ഇങ്ങനെ ഞാൻ വിളിച്ചിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ വേറെ കിങ് ആയാൽ ഭയങ്കര ദേഷ്യത്തോടെ പറയുന്നത്. പക്ഷേ അക്ബർ നല്ല ആളായതുകൊണ്ട് അയാൾ തിങ്കിങ് വാസ് ഡിഫറെൻറ്റ്. സോ അയാൾ പറഞ്ഞു, വെരി വെൽ ഉസ്താദ് ജി, സെഡ് അക്ബർ, സ്മൈലിംഗ് ഇൻ ടു താൻസൻസ് ഹാഫ് സ്കാർഡ് ഐസ്. സോ താൻസൻ കുറച്ച് പേടിയുണ്ടായി. അക്ബർ ദ എംപറർ ഓഫ് ഇത്രയും വലിയ കിങ് വിളിച്ചിട്ട് അയാൾ വരുന്നില്ല എന്ന് ഞാൻ പറയുമ്പോഴൊക്കെ അയാൾ കുറച്ച് പേടിയുണ്ടായി. ഇഫ് ഹി ഡസ് നോട്ട് കം ഐ ഷൽ ഗോ ടു ഹിം മൈസെൽഫ്. അയാൾ അത് പ്രശ്നമില്ല, അയാൾ വരുന്നില്ല എന്നാൽ ഞാൻ മൈസെൽഫ് ഐ വിൽ ഗോ ദെയർ, ഐ ഷൽ ഗോ ടു ഹിം മൈസെൽഫ്, വിൽ യു ടേക്ക് മീ ടു ഹിം. ഞാൻ പോകാം, അതിനൊരു പ്രശ്നമില്ല. അയാൾ ഇങ്ങോട്ട് വരുന്നില്ല, പക്ഷേ ഞാൻ അങ്ങോട്ട് പോകാം, അതുകൊണ്ട് ഞാൻ ഇനിയും കൂടെ പോകാം. യെസ് സർ, പ്രൊവൈഡഡ് യു ഡു നോട്ട് കം ആസ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. പോകാം, പക്ഷേ നിങ്ങൾ രാജാവായിട്ട് വരാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇന്ന് വേഷം മാറിയിട്ട് രാജാവായിട്ട് വരാൻ പാടില്ല, പക്ഷെ ഒരാൾ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് വന്നാലും മതി. ഐ ഷൽ ഗോ ആസ് എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. ഓക്കെ, ഞാൻ വരാൻ, പക്ഷെ എങ്ങനെ, ഞാനൊരു രാജാവായിട്ട് വരില്ല, ജസ്റ്റ് ഐ ആം എ ഹംബിൾ ലവർ ഓഫ് മ്യൂസിക്. ഞാനൊരു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ പോകാം. സെൻറ്റ് ഹരിദാസ് വാസ് ദ മാൻ താൻസൻ ഹാഡ് സ്പോക്കൺ ഓഫ്. സോ ഇത്രയും സമയം താൻസൻ പറഞ്ഞത് ആരെ പറ്റിയാണ്? സന്ത ഹരിദാസ് പറ്റി. ആരെ പറ്റിയാണ് പറഞ്ഞത്? സന്ത ഹരിദാസ് പറ്റി. ഹി ഹാഡ് ബീൻ താൻസൻസ് മ്യൂസിക് ടീച്ചർ. ഹു വാസ് ഹി? ഹി had been the music teacher of Tansen. And he lived the austere life of a hermit. സന്യാസം അങ്ങനത്തെ ലൈഫാണ് അയാളതുണ്ടായത്. അയാൾ നല്ല ലൈഫിലല്ല, പക്ഷേ സന്യാസ ലൈഫിലാണ്, നല്ല ഡിസിപ്ലിനായിട്ട് സന്യാസ ലൈഫാണ് അയാൾ ജീവിച്ചിട്ടുണ്ടായത്. When Tansen and the emperor reached his hut, he was busy with his daily chorus. So ഇവർ രണ്ടാളും, താൻസനും അക്ബർ, പക്ഷെ ആർക്കറിയില്ല അയാൾ അക്ബർ എന്ന്. അയാൾ ആ ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് അയാൾ രാജാവായിട്ട് വന്നിട്ടില്ല, ഇങ്ങനെ ഒരു മ്യൂസിക് ലവർ ഓഫ് മ്യൂസിക് അങ്ങനെയാണ് അയാൾ വന്നത്. അപ്പോൾ ഹരിദാസ് എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ ഡെയിലി കോറസ് എന്ന് പറഞ്ഞാൽ അയാൾ ഡെയിലി പണി എടുത്തുണ്ടായി. When they asked him to sing, he smiled but said firmly. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ മ്യൂസിക് കേൾക്കണം എന്ന് പറയുമ്പോഴേക്ക് അയാൾ ജസ്റ്റ് സ്മൈൽ കൊടുത്തു. പിന്നെ അയാൾ പറഞ്ഞു, ഐ ആം ലോങ് പാസ്റ്റ് ദ ഏജ് ഫോർ സിംഗിങ്. ഞാനിപ്പോൾ പാടാനില്ല, ഞാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈവൻ ഹിസ് ഫേവറേറ്റ് പീപ്പിൾ കുഡ് നോട്ട് പെർസ്യൂഡ് ഹിം ടു ചേഞ്ച് ഹിസ് മൈൻഡ്. എത്ര ആൾ പറഞ്ഞാലും അയാൾ കേൾക്കില്ല. അയാൾ ഒരു ഡിസിപ്ലിനറി ആളാണ്, പക്ഷെ ഒരാൾ പറഞ്ഞാലും അയാൾ കേൾക്കില്ല. എത്ര നല്ല ക്ലോസിൻ്റെ അയാൾ പറഞ്ഞാലും പോലും അയാൾ കേൾക്കില്ല. ബട്ട് താൻസൻ ന്യൂ ഹൗ ടു ഗെറ്റ് റൗണ്ട് ഹിം. പക്ഷേ താൻസന് അറിയാം എങ്ങനെ അയാളെ കൊണ്ട് പാടിപ്പിക്കണമെന്ന്. ഹി ഓഫേർഡ് ടു സിംഗ് ബിഫോർ ഹിസ് ഗുരു. സോ അയാൾ പറഞ്ഞു, ഞാൻ സിംഗ് ചെയ്യാം, താൻസൻ ഞാൻ പാടാം, പക്ഷേ ഈ ഗുരുവിൻ്റെ മുമ്പോട്ട് വെച്ചാണ് ഞാൻ പാടുന്നത്. ആൻഡ് ഹി മെയ്ഡ് എ ഡെലിബറേറ്റ് മിസ്റ്റേക്ക്. സോ അയാൾ പാടി അയാൾ പാടിയപ്പോഴേക്ക് അയാൾ എന്താക്കി, അയാൾ വേണമെന്ന് കുറച്ചോ മിസ്റ്റേക്ക് ചെയ്തു. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് നോട്ട് താൻസൻ.
പക്ഷെ അയാൾ പറഞ്ഞു അത് ശരിയായ നോട്ടല്ല, ശരിയായ മ്യൂസിക്കല്ല നീ സിംഗ് ചെയ്തത്, മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. ക്രൈഡ് ഹിസ് ടീച്ചർ. ടീച്ചർ പറഞ്ഞു, ടീച്ചർ ആര്? ഹരിദാസ്. അയാൾ പറഞ്ഞു നീ പാടുന്നത് ശരിയല്ല, ശരിയായിട്ടില്ല നീ പാടിയത്. അമേസ്ഡ്, വാട്ട് ഹാസ് ഹാപ്പൻ ടു യു? നീ നല്ല പാടുന്നുണ്ട്, പിന്നെ എന്തുണ്ടായി, ഇന്നെങ്ങനെ മിസ്റ്റേക്കായി എന്ന് ചോദിച്ചു. താൻസൻ ഡിഡ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ഹിസ് ടീച്ചർ. അയാൾ താൻസൻ അതൊന്നും മൈൻഡാക്കില്ല. അയാൾ വീണ്ടും ആ തെറ്റ് ചെയ്തു. ആൻഡ് ഹി മെയ്ഡ് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ. വീണ്ടും അയാൾ ആ മിസ്റ്റേക്ക് തന്നെ ചെയ്തു. അയാൾ വേണമെന്ന് ചെയ്ത മിസ്റ്റേക്കാണ്, വീണ്ടും അയാൾ അതേ മിസ്റ്റേക്ക് ചെയ്തു. Separated, Saint Haridas took the tanpura from Tansen hands and sang the right note. സോ അയാൾ ആ തമ്പൂര വെച്ചിട്ട് അയാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അയാൾ തന്നെ പ്ലേ ചെയ്തു. ദെൻ ഹി വെൻറ്റ് ഓൺ ടു ദ നെക്സ്റ്റ് ആൻഡ് ടു ദ നെക്സ്റ്റ്. അങ്ങനെ പാടാനി തുടങ്ങി കുറേ അയാൾ വീണ്ടും പാടി നെക്സ്റ്റ് പാടിക്കൊണ്ടേ പോയി. The melody of his voice spread across the forest. അയാളെ ആ സൗണ്ട്, ആ മാലഡി, അത് എന്തായി, ആ വോയിസിൻ്റെ ആ മാലഡി ഇടീ ഫോറസ്റ്റ്, അയാൾ ഫോറസ്റ്റ് സൈഡിൽ ജീവിക്കുന്ന ആളാണ്, പക്ഷെ ഇടീ ഫോറസ്റ്റിലേക്ക് ആ മ്യൂസിക്കിൻ്റെ ആ സൗണ്ട് മാലഡി പോയി. ലൈക്ക് ദ ഫസ്റ്റ് ഗ്ലിമർ ഓഫ് ഡോൺ ഓർ ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ. എങ്ങനെ ഒരു മുല്ലപ്പൂ ജാസ്മിനിൻ്റെ സ്മെല്ല് ഒരിടത്ത് വെച്ചാൽ അതിൻ്റെ സ്മെല്ലെല്ലായിടത്ത് പോകുമല്ലേ, അതേപോലെ പിന്നെ ഒന്ന് ലൈക്ക് ദ ഫസ്റ്റ് ഗ്ലിമർ ഓഫ് ഡോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സൂര്യോദയിക്കുമ്പോൾ ആ ഉദയത്തിൻ്റെ സൂര്യത്തിൻ്റെ ആ പ്രകാശം എങ്ങനെ പ്രജ്വലിച്ചോ അതേപോലെ ജാസ്മിൻ്റെ ആ മണം പോലെ. സോ ലൈക്ക് ദ ഫസ്റ്റ് ഗ്ലിമർ ഓഫ് ഡോൺ ഓർ ദ ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ. Both Akbar and Tansen listened to him as if they were hypnotized. അക്ബറും താൻസനും ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് കേട്ട് ഇവർക്ക് ബോധമില്ലാതെ പോലെ, അത്രയും ഹിപ്നോട്ടൈസ്ഡ് ആയ പോലെ ആയി. ഒരു ഈ ലോകത്തിലില്ല, പക്ഷെ ആ മ്യൂസിക് കേട്ട് ഇവർക്ക് ആ മ്യൂസിക് ലോകത്തിൽ തന്നെ അവർ രണ്ടുപേരും ഉണ്ട്. And the emperor realized that Tansen has spoken the truth. ഇപ്പോഴാണ് അക്ബർ രാജാവിന് മനസ്സിലായി താൻസൻ പറഞ്ഞത് ശരിയാണ്. ഹി ഹാഡ് നോട്ട് നോൺ ദാറ്റ് മ്യൂസിക് കുഡ് ബി ലൈക്ക് ദിസ്. അയാൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതാണ് മ്യൂസിക്, ഇത്രയും നല്ല ഇത്രയും ഭംഗിയായിട്ട് ഹരിദാസ് പാടിയ ആ മ്യൂസിക്കാണ് അക്ബറിന് ഏറ്റവും ഇഷ്ടമായത്. അയാൾ വിചാരിച്ച പോലെ മ്യൂസിക്കല്ല, അതിനേക്കാൾ മേലെ നല്ല സൗണ്ട് ഉണ്ടായ ഹരിദാസിൻ്റെ ആ സോങ്ങിൽ. ഹി ഹാഡ് സർട്ടൻലി നെവർ ഹേർഡ് എനിത്തിങ് ലൈക്ക് ഇറ്റ് ബിഫോർ. ഇത്രയും കാലശേഷം അയാൾ ഇത്രയും നല്ല ഇത്രയും ഭംഗിയായ ആസ്വാദിച്ചിട്ടുണ്ടായില്ല, അത്രയും നല്ല ഭംഗിയായ മ്യൂസിക്കാണ് ഹരിദാസ് പാടിയത്. As they walked back, the emperor suddenly broke the silence and asked them. സോ ഇതെല്ലാം പാടില്ലായി ഇങ്ങനെ രണ്ടുപേരും അവിടുന്ന് പോന്ന ആ സമയത്തിൽ ആസ് ദേ വാക്ക്ഡ് ബാക്ക് മടങ്ങി പോകുമ്പോഴേക്കാണ് ദ എംപറർ സഡൻലി ബ്രോക്ക് ദ സൈലൻസ്. സോ അയാൾ രണ്ടുപേരും മിണ്ടുന്നേയില്ല, രണ്ടുപേരും പാട്ടിൻ്റെ ആ ഇതിൽ തന്നെ ഉണ്ട് രണ്ടുപേരും. ഓക്കെ, സൈലൻസ് ടു ആസ്ക് താൻസൻ, വൈ കാൺട്ട് യു സിംഗ് ലൈക്ക് ഹിം ഉസ്താദ് ജി? താൻസനോട് പറഞ്ഞു, അയാളെ പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പാടാൻ ആവില്ല? താൻസൻ സ്മൈൽഡ്. ഷഹൻഷാ, ഐ സിംഗ് അറ്റ് യുവർ കമാൻഡ്. അപ്പോൾ അയാൾ പറഞ്ഞു, രാജാവേ, ഷഹൻഷാ എന്ന് പറഞ്ഞാൽ രാജാവേ, ഞാനീ പാടുന്നത് ഐ സിംഗ് എറ്റ് യുവർ കമാൻഡ്. നിങ്ങൾ പറയുന്നു, നിങ്ങൾ കമാൻഡ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പാടുന്നുണ്ട്. ദ കമാൻഡ് ഓഫ് ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ. രാജാവായ നിങ്ങൾ, ദ എംപറർ ഓഫ് ഹിന്ദുസ്ഥാൻ്റെ രാജാവായ അക്ബർ കമാൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പാടുന്നുണ്ട്. ബട്ട് ഗുരുജി സിംഗ്സ് ഫോർ വൺ ഹൂ ഈസ് ദ കിങ് ഓഫ് കിങ്സ്. പക്ഷേ ഗുരുജി പാടുന്നത് ആർക്ക് വേണ്ടിയാണ്? കിങ് ഓഫ് കിങ്സ്, രാജാവിൻ്റെ രാജാവിന് വേണ്ടി. ഹിസ് മ്യൂസിക് സ്പ്രിങ്സ് ഫ്രം ദ ഡെപ്ത് ഓഫ് ഹിസ് സോൾ.
അയാൾ ആ മ്യൂസിക് എവിടെ നിന്ന് വരുന്നത്? ഞങ്ങളെ ആത്മാവിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വരുന്നുണ്ട്. ഫ്രീ ആൻഡ് അൺസേക്ഡ് ഫോർ. അയാൾ പൈസക്കോ അതിന് എന്തിനല്ല അയാൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നത്. പക്ഷെ അയാൾ മ്യൂസിക് എവിടെ നിന്ന് വരുന്നത്? ആത്മാർത്ഥമായിട്ട് ആത്മാവിനായിട്ട് അയാളെ മ്യൂസിക് വരുന്നുണ്ട്. അയാൾ ആർക്ക് വേണ്ടി പാടുന്നത്? പൈസയ്ക്ക് വേണ്ടി പാടുന്നതോ അല്ല. ഇത് കമാൻഡ് കിങ് ഓഫ് ഹിന്ദുസ്ഥാൻ അക്ബർ അങ്ങനത്തെ രാജാവിന് വേണ്ടി പാടുന്നതോ അല്ല. Then how can my music hope to reach those heights? അയാൾ പാടുന്നത് രാജാവിൻ്റെ രാജാവ്. അതാരായിട്ടുണ്ടാവും? അല്ലെ, ദൈവമായിട്ടുണ്ടാവും. അയാൾ രാജാവിൻ്റെ രാജാവ്, മെയിനായിട്ട് മൈറ്റി ലോഡ്. അയാൾക്ക് വേണ്ടിയാണ് അയാൾ പാടുന്നത്. അപ്പോൾ അയാൾ ആത്മാർത്ഥമായിട്ട് പാടുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് മൈ മ്യൂസിക് എൻ്റെ മ്യൂസിക് ഹോപ്പ് ടു റീച്ച് ദോസ് ഹൈറ്റ്സ്? അതുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ മ്യൂസിക് അത്രയും മുകളിൽ പോകാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, താൻസൻ പറയുന്നത് ഞാൻ പാടുന്നത് വേറെ ആൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ വേൾഡ്ലി പ്ലഷറിന് വേണ്ടി ഞാൻ പാടുന്നത്. പക്ഷെ അയാൾ അങ്ങനെയല്ല. അയാൾ പാടുന്നത് മൈറ്റി ലോഡിനെ പറ്റി, ആത്മാവിൻ്റെ കുറിച്ചാണ് അയാൾ പാടുന്നത്. അതുകൊണ്ട് എനിക്കും അയാൾക്ക് വ്യത്യാസമുണ്ട്. സോ അയാളുടെ അത്ര ഉയരത്തിന് എനിക്ക് പോകാൻ സാധിക്കില്ല. So question answer we will do in the next class.